സർ പ്ലീസ്. എന്തായി? മാസ്റ്റർ സാമ്പിൾ എ സാമ്പിൾ സിയുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ബി മാച്ച് ചെയ്യുന്നില്ല. ഏതാണ് സാമ്പിൾ എ? സിസ്റ്റർ അമലയുടെ സ്റ്റൊമക്കിൽ നിന്ന് കിട്ടിയ വെള്ളം. സിയോ? വാട്ടർ ടാങ്കിൽ നിന്ന് കിട്ടിയ ക്ലോറിൻ വെള്ളം. ഓ, അപ്പോൾ ടാങ്കിൽ മുക്കി തന്നെയാണ് കൊന്നിരിക്കുന്നത്. എന്നെ സാറ് ടാങ്കിൽ മുക്കി കൊല്ലാൻ പോയതുപോലെ. സർ, പായൽ സാമ്പിൾ 3യുമായി മാച്ച് ചെയ്യുന്നുണ്ട്. സാമ്പിൾ 3 മീൻസ് നമ്മൾ ടാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത പായൽ. അതെ, അത് സിസ്റ്റർ അമലയുടെ വയറ്റിൽ നിന്ന് കിട്ടിയ പായലുമായിട്ട് മാച്ച് ചെയ്യും. കറക്റ്റ്. 100%? നോ ഡൗട്ട് സർ. താങ്ക് യു. സാറിന്റെ ഗസിൻ തെറ്റിയില്ല. അതെ സർ, മെത്തേഡ് ഓഫ് മർഡർ സാറ് പറഞ്ഞതുപോലെ ടാങ്കിൽ മുക്കി തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ അൻവർ. ആര്, എന്തിന്, എപ്പോൾ, എങ്ങനെ, അതിലെങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സർ, സീൻ ഓഫ് ക്രൈമിൽ നിന്നും കിട്ടിയിട്ടുള്ള ഫിംഗർ പ്രിന്റുകളിൽ ആ മഠത്തിലെ സിസ്റ്റേഴ്സിന്റേതല്ലാത്ത ഒറ്റ ഫിംഗർ പ്രിന്റ് മാത്രമേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ, മോണിറ്റർ. സിസ്റ്റർ അമലയുടെ റൂമിന്റെ ഡോർ ലോക്കിൽ നിന്നും ആ മുറിയിലുണ്ടായിരുന്ന ടൈപ്പ് റൈറ്ററിൽ നിന്നും കണ്ടെടുത്തതാണ് ഈ ഫിംഗർ പ്രിന്റ്. പിന്നെ മറ്റൊന്ന് ട്രേസ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലൗസിന്റേതാണ് സർ. അപ്പോൾ കൊലയാളി കൃത്യത്തിനിടയ്ക്ക് ഗ്ലൗസ് ഇട്ട് കാണണം അല്ലേ സാർ? അയാളൊരു ബുദ്ധിമാൻ. പക്ഷെ അയാൾ കാണിച്ച ഒരു അതിബുദ്ധിയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്. അത് സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്ന് അൻവറിന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പ്. ഇത് സിസ്റ്റർ അമലയുടെ മുറിയിലെ ടൈപ്പ് റൈറ്ററിൽ ഞാൻ ടൈപ്പ് ചെയ്തെടുത്തു. സൂക്ഷിച്ചു നോക്കാം. സാറ് ടൈപ്പ് ചെയ്ത ഈ ലെറ്ററിലെ മാ എന്ന അക്ഷരത്തിന് ഒരു പൊട്ടലുണ്ട് സർ. യെസ്, ആ ടൈപ്പ് റൈറ്ററിലെ മാ എന്ന അക്ഷരത്തിന് ഒരു ഒടിവുണ്ട്. പക്ഷെ അൻവറിന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പിലെ മായ്ക്ക് ഒടിവുണ്ടോ? ഇല്ല സർ. അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ. ടൈപ്പ് റൈറ്റർ 2. കൊലയാളി മറ്റേതോ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത സൂയിസൈഡ് നോട്ടാണ് സിസ്റ്റർ അമലയുടെ ടൈപ്പ് റൈറ്ററിൽ വെച്ചിരുന്നത്. അതാണ് അൻവറിന് കിട്ടിയത്. സിസ്റ്റർ അമല കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ആരായിരിക്കാം കൊലയാളി? ഫാദർ ക്ലെമൻ കാളിയാർ. മോട്ടീവ്? ആദ്യം മുതലേ തന്നെ സിസ്റ്റർ അമല ഫാദറിന്റെ കണ്ണിലെ കരടായിരുന്നു സർ. എതിർക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കുക അയാൾക്കൊരു ശീലമല്ല, ഹരമാണ്. എന്തിനും പ്രാപ്തിയുള്ളവൻ. പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും അയാൾക്ക് മഠത്തിൽ കയറി ചെല്ലാം. സിസ്റ്റർ വിമലെ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന മഠം ലൊക്കേറ്റ് ചെയ്തു സാർ. എവിടെ? കർത്താവ് അവിടെ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ എത്തിക്കോളാം. മിസ്റ്റർ KM തോമസ്, കാപ്പിൽ വീട്, ഭരണങ്ങാനം PO, പാല. സിസ്റ്റർ വിമല അപ്പന്റെ പേർക്ക് വീട്ടിലേക്ക് അയച്ച കത്താണ്. ഞങ്ങള് സിസ്റ്ററിന്റെ വീട്ടിൽ നിന്ന് എടുത്ത. വായിക്കന്മാർ. സ്നേഹം നിറഞ്ഞ അപ്പച്ചൻ, ഈശോ മിശിഹായുടെ അനുഗ്രഹം എന്നും നമ്മുടെ കുടുംബത്തിനുണ്ടാവട്ടെ. ഞാനിപ്പോ പുതിയ കോൺവെന്റിലാണ്. പ്രൊവിഷ്യാൽ അമ്മച്ചിയാണ് എന്നെ ഈ പട്ടിക്കാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ഇതിന്റെ പിന്നിലും കാളിയാറച്ചൻ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കെന്തോ വല്ലാണ്ട് പേടി തോന്നുന്നു അപ്പച്ച. അമല സിസ്റ്ററെ ദ്രോഹിച്ചതുപോലെ കാളിയാറച്ചൻ എന്നെയും ദ്രോഹിക്കുമോന്ന് പക തോന്നിയാൽ എന്തും ചെയ്യാൻ മടിക്കാത്തയാളാണ് അച്ഛൻ. അപ്പച്ചൻ എനിക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. അപ്പൊ അമല സിസ്റ്റർ കൊന്നത് കാളിയാറച്ചൻ തന്നെയാണെന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നു അല്ല? സിസ്റ്റർ അങ്ങനെ ശക്തമായി വിശ്വസിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. ആ കാരണമാണ് ഞങ്ങൾക്കറിയേണ്ടത്. മാസത്തിൽ 1-2 തവണ മഠത്തിന്റെ പേരിൽ കാലിഫോർണിയയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഒക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മെഡിസിൻസും യൂസ്ഡ് ക്ലോത്ത്സും ബേബി ഫുഡും ഒക്കെ വരാറുണ്ടായിരുന്നു. പോർട്ടിലാണ് ആ ഷിപ്മെന്റുകൾ വരാറുള്ളത്. മദറും സിസ്റ്റേഴ്സിൽ ആരെങ്കിലും ഒരാളും കൂടെ പോയാണ് അത് ഡെലിവറി എടുത്തിരുന്നത്. ഇടയ്ക്കൊക്കെ ഞാനും പോകാറുണ്ടായിരുന്നു. നോ, ഞാൻ ഇതൊരിക്കലും സമ്മതിക്കില്ല. നമ്മുടെ മഠത്തിന്റെ പേരിൽ വന്ന കണ്ടെയ്നർ കാളിയാറച്ചന്റെ പ്രസിലേക്ക് എന്തിനു കൊണ്ടുപോകണം? ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടണ്ട. ഇതൊക്കെ അച്ഛന്റെ ഓരോരോ ഇടപാടുകളാണ്. ഇടപാടുകൾക്ക് കൊടപിടിക്കേണ്ട ആവശ്യം ക്വീൻ മേരീസ് കോൺവെന്റിലെ സിസ്റ്റർമാർക്കില്ല. അച്ഛന്മാരുടെ ബിനാമികളല്ല നമ്മള്. സിസ്റ്റർ, അതൊക്കെ ആരെങ്കിലും കേൾക്കും. കേൾക്കട്ടെ. ആ കണ്ടെയ്നർ നമുക്ക് തുറന്നു കാണണം.
അതിനകത്ത് അഗതികൾക്കുള്ള യൂസ്ഡ് ക്ലോത്ത്സ് മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞ നിഷേധിക്കാൻ സിസ്റ്റർക്ക് ധൈര്യമുണ്ടോ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ സിസ്റ്റർ ഇങ്ങനെ കോപിക്കുന്നത് ഒരു കന്യാസ്ത്രീയുടെ തിരുവസ്ത്രത്തിന് ചേർന്നല്ല. കള്ളക്കടത്തിന് കൂട്ടു നിൽക്കുന്നത് ഈ തിരുവസ്ത്രത്തിന് ചേർന്നതാണെന്ന് സിസ്റ്റർ വിമലയ്ക്ക് തോന്നുന്നുണ്ടോ? സിസ്റ്റർ, അടുത്ത മാസവും നമ്മുടെ കോൺവെന്റിന്റെ പേര് കാനഡയിൽ നിന്നൊരു ഷിപ്മെന്റ് ഉണ്ട്. യൂസ്ഡ് ക്ലോത്ത്സും മിൽക്ക് പൗഡറും എല്ലാം നമ്മൾ തന്നെ ക്ലിയറൻസ് എടുക്കണത്രേ. ക്ലിയറൻസ് എടുക്കേണ്ടത് പാൽ കെട്ടികളോ അതോ ഡോളർ കെട്ടുകളോ? ആദ്യം അതറിയട്ടെ, എന്നിട്ട് മതി ഇടനിലക്കാരിയുടെ ഈ വേഷം കെട്ടൽ. അധികം അറിയാൻ ശ്രമിക്കണ്ട. ഞാൻ പറയുന്നതിനപ്പുറം ചിന്തിച്ചവർക്കൊക്കെ പിന്നെ ജീവിതത്തിൽ ഒന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. വിളിച്ചോണ്ട് പോരുന്നതിന് മുമ്പ് കൊച്ചു സിസ്റ്റർക്കൊന്നും പറഞ്ഞു കൊടുത്തില്ലായിരുന്നു അല്ലേ? Everything okay? Thank you. വീണ്ടും അത്തരം പാസലുകൾ വല്ലതും വന്നിരുന്നു? അറിയില്ല. പക്ഷെ സിസ്റ്റർ അമല അച്ഛന്റെ പ്രവർത്തനങ്ങളെ അന്നു മുതൽ നോട്ട് ചെയ്യാൻ തുടങ്ങി. ഒരുതരം വാശിയായിരുന്നു സിസ്റ്ററിന്. 1-2 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നിനും പോകണ്ടെന്ന്. ബേസിക്കലി നിങ്ങളൊക്കെ വെറും ഭീരുക്കളാണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുകയും ചെയ്തിരുന്നു. എന്തൊക്കെയോ തെളിവുകൾ അമല സിസ്റ്റർ അച്ഛനെതിരെ കണ്ടുപിടിച്ചിരുന്നു. രാത്രി ഒരുപാട് നേരം ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോ കാളയാറച്ചനെതിരെ അരമനക്കോടതി പ്രയോഗിക്കാനുള്ള ആയുധങ്ങളാണെന്ന് പറഞ്ഞ് ചിരിച്ചു. അരമന കോടതിയിൽ അച്ഛൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യുമായിരുന്നു? അച്ഛന്റെ പട്ടത്തോടുത്ത് കളയുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അതിനുമുമ്പ് സിസ്റ്റർ അൻവറിനോടും ഐജിയോടും സിസ്റ്റർ അമല പറയാതെ പോയ രഹസ്യങ്ങളാണ് ഈ പറഞ്ഞത്. അതില്ലാതാക്കേണ്ടത് കാളിയാറച്ചന്റെ ആവശ്യവുമായിരുന്നു. കോൺവെന്റിലെ പറമ്പിൽ നിന്ന് അന്ന് രാത്രി വല്ല മോഷണം? ഇല്ല. രാത്രി പട്ടികളെ പേടിച്ചാരും. എത്ര പട്ടികളുണ്ട്? 2 എണ്ണം. 2 എണ്ണം. മഠത്തിന്റെ കോമ്പൗണ്ടിനുള്ളിൽ അപരിചിതർ കടന്നിട്ടുണ്ടെങ്കിൽ പട്ടികൾ കുറച്ച് ബഹളം ഉണ്ടാക്കണമല്ലോ. പാപ്പി അന്ന് പട്ടികളെ കൂട്ടിന്ന് അഴിച്ചു വിട്ടിരുന്നില്ല സർ. ആരാ പാപ്പി? മഠത്തിലെ ജോലിക്കാരൻ. പട്ടികളെ കുളിപ്പിക്കാനും താറാവിന് തീറ്റാനും ഒക്കെ വരുന്ന ആളാ. പട്ടികളെ അഴിച്ചുവിടരുതെന്ന് പാപ്പി പറയാൻ കാരണം? അതുങ്ങൾക്ക് വിരശല്യം ഉള്ളതുകൊണ്ട് വയറിളക്കാൻ മരുന്ന് കൊടുത്തിരിക്കുക. അഴിച്ചുവിട്ടാൽ മുറ്റവും പറമ്പും ഒക്കെ വൃത്തികേടാക്കുമെന്ന് പറഞ്ഞു. വേംസിന് മരുന്ന് കൊടുത്താൽ പട്ടി കുരയ്ക്കാതിരിക്കൊന്നുമില്ല. അസാധാരണമായി കുരച്ച് ബഹളം ഉണ്ടാക്കുന്നത് അന്ന് നിങ്ങൾ കേട്ടിരുന്നു? ഇല്ല. സാധാരണ വല്ല പൂച്ചയും മറ്റു കണ്ടു കുരയ്ക്കാറുള്ളതാ. അന്ന് അതുപോലെ ഉണ്ടായിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ. സാർ, അങ്ങനെയാണെങ്കിൽ അവൻ പട്ടിക്ക് കൊടുത്ത് വരയ്ക്കുള്ള മരുന്നായിരിക്കില്ലേ സാർ? പട്ടികൾ മയങ്ങിക്കിടക്കാനുള്ള മയക്കുമരുന്നായിരിക്കും അവൻ കൊടുത്തിരിക്കുക. You got a point. പിന്നെ വേറൊരു സാധ്യത കൂടിയുണ്ട്. പട്ടിക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരുന്നു അന്ന് ഇരുട്ടിന്റെ മറയിലൂടെ കടന്നു വന്നിരുന്നതെങ്കിൽ പട്ടി കുരയ്ക്കുമായിരുന്നു. ഇല്ല സർ. സാർ, നമ്മൾ ഇങ്ങനെ തുഴഞ്ഞാൽ ഒരു കര പറ്റുമെന്ന് തോന്നുന്നു. ആ, തുഴഞ്ഞു നോക്കാം. പക്ഷെ നമുക്കിപ്പോൾ ആവശ്യം പാപ്പി ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? പാപ്പി ഉറങ്ങിയായിരുന്നു. പന്ന പട്ടിപ്പാപ്പി ഇറങ്ങാ പുറത്ത്. പാപ്പിക്ക് എത്ര രൂപ കിട്ടി സിസ്റ്റർ അമലയെ കൊന്നതിന്? മഹാപാപം പറയല്ലേ സാറേ, ദൈവം പൊറുക്കുകയല്ല. ഞങ്ങളും പൊറുക്കയല്ല. സിസ്റ്റർ അമല മരിച്ചതിന്റെ തലേന്ന് മഠത്തിലെ 2 പട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് മയക്കി പാപ്പി കൂട്ടിലിട്ട് പൂട്ടിയായിരുന്നു. അതാർക്ക് വേണ്ടിയാ?
അതുമാത്രം പാപ്പി ഞങ്ങളോട് പറഞ്ഞാ മതി. പാപ്പിക്ക് ഒരു ദോഷം വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ പൊന്ന് സാറേ, ദൈവദോഷം പറയല്ലേ. എന്റെ ദീനാമയാണ് സത്യം. ഞാൻ അങ്ങനെ ഒരു ഹീന പ്രവർത്തനം ചെയ്തിട്ടില്ല. സിസ്റ്റർ ഒരു എറുമ്പ് കടിക്കുന്ന പോലും ഞാനും എന്റെ ഭാര്യയും സഹിക്കില്ല സാറേ. പാവം പാപ്പി. ഇത്രയും സ്നേഹം സിസ്റ്ററോടുണ്ടായിട്ടും അവര് മരിച്ച ദിവസം നീ ആ മഠത്തിലോട്ട് എത്തി നോക്കുക പോലും ചെയ്തില്ലല്ലോ. എന്തു പറ്റി പാപ്പി? എന്റെ പൊന്ന് സാറേ, ആ കിടപ്പ് കാണാൻ ഓ, മനക്കരുത്തില്ലാത്തതുകൊണ്ട്. സാധാരണ ദിവസങ്ങളില് ഡ്രൈവർ പാപ്പി എത്ര മണിക്കാ മഠത്തിലെത്താറ്? കാലത്ത് 5:30 ഞാൻ ചെന്നേച്ചാ പട്ടികളെ കുളിപ്പിച്ച് കൂട്ടിക്കരുന്നേയും വാൻ കൈ ഷെഡിൽ നടക്കുന്നേ. സിസ്റ്റർ അമല മരിച്ച വിവരം എപ്പോഴാ അറിഞ്ഞത്? ദീനാമ വന്ന് പറഞ്ഞപ്പോഴാ സാറേ. എത്ര മണിക്ക്? ഒരു 9 മണിയായിക്കാണ് സാറേ. ആ കണക്കിലൊരു പെശകുണ്ടല്ലോ പാപ്പി. എന്നാ പെശകാ സാറേ? എന്നും അതിരാവിലെ ഭാര്യയുടെ കൂടെ മഠത്തിൽ പോകുന്ന പാപ്പി അന്ന് 9 മണിയായിട്ടും വീട്ടിൽ തന്നെ ഇരുന്നു എന്നല്ലേ അതിനർത്ഥം? പറടാ, അന്ന് നീ എന്തുകൊണ്ട് ജോലിക്ക് പോയില്ല? അത് ശരിയാ സാറേ, ഞാൻ അതങ്ങ് മറന്നു. അന്ന് എനിക്ക് നല്ല മേക്കാച്ചിലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പനി വരാൻ നിന്നെന്താ എലി കടിച്ചോടാ? അന്ന് വെളുക്കുന്നവരെ ഞാൻ കാലി വീശിക്കൊണ്ട് നിൽക്കുമായിരുന്നു. എവിടം വരെ നീ വീശി? മടക്കടവ് വരെ വീശി. അങ്ങനെ വീശിക്കൊണ്ടിരിക്കുമ്പോ കായൽക്കരയിൽ എന്തെങ്കിലും സംശയിക്കത്തക്ക രീതിയിൽ നീ കണ്ടോ? വല്ല ബോട്ടോ വെള്ളോ? മുടിഞ്ഞ മഞ്ഞായിരുന്നു സാറേ, ഞാനൊന്നും കണ്ടില്ല. ഒന്നും കണ്ടില്ലെങ്കിലും കോൺവെന്റിന്റെ പിന്നിലെ കായലിൽ നീ ഉണർന്നിരിപ്പുണ്ടായിരുന്നു അല്ലേ? കൂട്ടിൽ മയങ്ങിക്കിടക്കുന്ന പട്ടികൾ, കായലിൽ ഉണർന്നിരിക്കുന്ന പാപ്പി. അൻവറിനെ വിളിക്ക്. പാപ്പിയേ, ഇനി നിന്നെ ചോദ്യം ചെയ്യാൻ പോണ ആളാരാന്ന് അറിയണ്ടേ? എഴുത്തച്ഛാ. സാർ, ഇനി എന്നെ തെളിപ്പിക്കില്ലേ സാറേ? എനിക്ക് അറിയാവുന്നതൊക്കെ ഈശോ സാറിനോടും സാറമ്മരോടും പറഞ്ഞതാ. സത്യം പറയടാ. സത്യമാ സാറേ ഞാൻ പറഞ്ഞത്. ഇതിൽ കൊള്ളൊന്നും എനിക്ക് അറിയാൻ മേല. അറിയാൻ മേലാത്ത കാര്യം എങ്ങനെ പറയാനാ സാറേ? എങ്ങനെ പറയുമെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരടാ. കർത്താവേ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. ആരാ അമല സിസ്റ്ററെ കൊന്നത്? എങ്ങനെയാ കൊന്നത്? പറയാ, ഞാനെല്ലാം പറയാ, ഞാൻ എല്ലാ സത്യവും പറയാ. അന്ന് ഞാൻ വീട്ടിൽ ഉറങ്ങിക്കിടന്നപ്പോ. നീ പുറത്തോട്ടൊന്ന് വന്നേ. എന്തിനാ? വന്നിട്ട് പറയാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നീ വണ്ടിയോട്ട് കയറ്. ഇന്ന് രാത്രി കോൺവെന്റിലെ പട്ടികൾ രണ്ടും കൂട്ടി തന്നെ കിടന്നുറങ്ങണം. ഉറക്കണം. എന്തിനാച്ചോ? അമ്മാനെ, അത് ഞാൻ നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണോ? അച്ഛൻ പറഞ്ഞ പട്ടികളെ മാത്രമല്ല ഒക്കത്തിനെയും പാപ്പി ഉറക്കും. മതിയാ? പൊയ്ക്കോ. ഒറ്റയെങ്ങാനും കൊടുത്താ ഒടിച്ചു മടക്കി ആറ്റിലോട്ടറിയും. ഓർത്തോ? കന്യാമറിയാണ് സത്യം, ഞാൻ ഒറ്റയ്ക്കല്ല. എല്ലാരും ഉറങ്ങിയോടാ? അറിയാമില്ല. അച്ഛൻ പറഞ്ഞ പോലെ പട്ടികളെ രണ്ടും ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട്. നടക്ക്. പാപ്പിയോ? എന്താ സമയത്ത്? കപ്പലയ്ക്ക് തീ പിടിച്ചു. ആരോ തീ വെച്ചതാ. കർത്താവേ,
ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? കാളിയാറച്ചനൊരു കാലനാ, വരാൻ സമയവും കാലവും നോക്കുകയല്ല. നീ എനിക്കെതിരെ രൂപത കച്ചേരി പരാതി കൊടുക്കും അല്ലെ? ഊരും പൊട്ടോളെ. അവള് ചത്തു. എടുത്ത കിണറ്റിലിട്ടത്. അച്ഛോ, പറഞ്ഞ പോലെ കേട്ടാ മതി. നീ പറഞ്ഞതൊക്കെ സത്യമാണ്. ആണ് കാളിയാറച്ചൻ ആളൊരു മൂർഖനാ, ലോകേറ്റ പിശാച്. അങ്ങേര് പറഞ്ഞതനുസരിച്ചില്ല എന്നെ കൊന്നു കളഞ്ഞനെ. നിവർത്തില്ലാഞ്ഞോണ്ടാ ഞാൻ അങ്ങനെ കൂട്ടുന്നത്. എനിക്കിനി ജീവിക്കണ്ടായേ. ഒരു കൊടും പാദത്തിൽ കൂട്ടുന്ന മഹാഭാവിയാ ഞാൻ. പറഞ്ഞതൊക്കെ നീ ഇനി മാറ്റി പറയൂടാ റാസ്കൽ. ഇല്ല സാറ്. പറഞ്ഞില്ലേ നിനക്ക് കൊള്ളാം, പറഞ്ഞാൽ അന്ന് നിന്റെ അന്തിമ പണ്ട.